കാലിൻ്റെ വിരൽ വെച്ചുത്തിയിട്ട് തള്ളാൻ വിരലിൻ്റെ നഖം പോകുന്നത് ശരിയാകാൻ ഇതിനൊക്കെയാണ് നമ്മൾ മജ്‌ലിസ് പോരുന്നത്. ഹൈദർലി ശിഹാബ് തങ്ങൾ പാപ്പ മജ്‌ലിസുന്നൂർ ചെല്ലാൻ പറഞ്ഞത് കാലിൻ്റെ നഖം പോകുന്നത് ശരിയാകാനായിരുന്നു. അല്ല, അതൊക്കെ നടക്കൂല എന്നല്ല ഞാൻ പറഞ്ഞത്. അതിനൊക്കെ ദോരക്കണ്ടവും തന്നെയാണ്. എഴുത്തൊക്കെ വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഹൈദർലി ശിഹാബ് തങ്ങളപ്പം എന്തിനെല്ലാം പറഞ്ഞേക്കണേ? ഊരവേദന മാറാനായിരുന്നു? അല്ലല്ലോ, പിന്നെന്തിനെ? ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു മനുഷ്യൻ ജീവിതകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ മരിക്കുമ്പോൾ കാണുമെന്നാണ്. ഏത് മനുഷ്യനും ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആദ്യം സംഭവിക്കുക അയാളുടെ കണ്ണ് യാത്ര പറയാണ് ചെയ്യുക. ഫസ്റ്റ് ഭൂമിയിൽ നിന്നും നോട്ടാണ് അവസാനിപ്പിക്കുക. ആദ്യം കണ്ണുകൊണ്ടാണ് യാത്ര പറയുന്നത്. നോട്ടം ആദ്യം അവസാനിപ്പിക്കും. നോട്ടം അവസാനിച്ചു കഴിഞ്ഞാൽ ഇയാൾ ആരെയാണ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല. അയാൾക്ക് മാത്രമാണ് കാണുക. ഹയാത്തിലുള്ള ആൾക്കാരെയും കാണും, മരിച്ച ആൾക്കാരെയും കാണും. ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ആരെയാണോ ഇഷ്ടപ്പെട്ടത് ആ ആളെ മരിക്കുമ്പോൾ കാണും. അത് ബദരീങ്ങളായി കിട്ടണം. അതിനുള്ള മജ്‌ലിസുന്നൂറ്. കട്ടിലും അങ്ങനെ നീണ്ടു തീർന്ന് കിടക്കുമ്പോൾ എവിടെയാണെങ്കിലും, പെരയിലാണെങ്കിലും ആശുപത്രിയിലാണെങ്കിലും എവിടെയാണെങ്കിലും 313 ബദരീങ്ങൾ വന്നിട്ട് വട്ടത്തിൽ ഇങ്ങനെ നിൽക്കണം. അതിനാണ് ഹൈദർലി ശിഹാബ് തങ്ങൾ ബാബ മജ്‌ലിസുന്നൂർ എല്ലാം പറഞ്ഞിട്ടുള്ളത്. കടം വീടൽ അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കാണ്. പെരപ്പണി തീരൽ അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കും. മുതലിൽ ബർക്കത്തുണ്ടായാലും അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കും. മക്കളെ കല്യാണം ശരിയായാലും അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കാണ് നടക്കും. കുട്ടികൾക്ക് നാഫിയായാലും പടിയാലും അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കും. ഏത് ശരിയായാലേ? ആക്കിബത്തിന് ശരിയാവുമ്പോൾ. അതിനാണ് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് മജ്‌ലിസുന്നൂറിൻ്റെ നിയ്യത്ത് എന്താ? ആക്കിബത്ത് നന്നാവല്. അങ്ങനെയാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിന് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെയായിരിക്കും മരിക്കുക. ഉറക്കത്തിൽ സൂക്ഷ്മതയുണ്ടോ? മരണത്തിൻ്റെ സമയത്ത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു പുതിയ വസ്ത്രമുണ്ടായിരുന്നു എന്നാണ് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ ഏതാ ധരിക്കുക? ഉള്ളിലേക്ക് കീറിയത്.